അപ്പോൾ ഈ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മിൽക്ക് ക്യാനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനതൊരു മാർക്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ലൈൻ ചെയ്ത ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ്, എഗ് ഷെൽസ്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബോട്ടിലോട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു എഗ് ഷെൽസ് ഒക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് വെക്കേണ്ടി വന്നു നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് എല്ലാം ഒട്ടിച്ച് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെച്ച് ഓവർനൈറ്റ് ഡ്രൈ ആക്കാൻ വെച്ചായിരുന്നു. ഇപ്പോൾ നന്നായിട്ടെല്ലാം ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലോട്ട് ഒട്ടിക്കാനായിട്ട് കുറച്ച് പാറ്റേൺസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മിൽക്ക് ക്യാൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലില്ല, അപ്പോൾ അതിലോട്ട് നന്നായിട്ടൊന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് കളറും ബ്ലൂ കളറും മിക്സ് ചെയ്തൊരു കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ഓവർനൈറ്റ് ഡ്രൈ ആക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പേപ്പറില്ലേ, ഫ്ലവറിൻ്റെ പാറ്റേണുള്ള ആ പേപ്പർ, അപ്പോൾ അത് നന്നായിട്ട് ലീഫും ഫ്ലവറും മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക, ഫ്ലവറും ലീഫും മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് അതൊന്ന് ആ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ഫെവിക്കോളും വാട്ടറിൻ്റെയും ഒരു 1:1 റേഷ്യോയിലുള്ള മിക്സറും കൂടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു 3-4 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. കാരണം അത് നല്ല കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിലെ ഇംപ്രഷൻസ് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ നല്ല നൈസ് ആയിട്ടുള്ള പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ അത്ര അധികം ആ ഒരു മിക്സർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എല്ലാ സൈഡിലും ആ ഒരു ഫ്ലവർ പാറ്റേൺസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഇംപ്രഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ വെറുതെ ഇങ്ങനെ കളയാനൊക്കെ വെച്ച പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ മിൽക്ക് ക്യാൻസിലൊക്കെ നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ്, കളർ കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പെൻസിൽ സ്റ്റാൻഡോ ഫ്ലവർ വേസ് ഒക്കെ ആയിട്ട് നമുക്കിത് ഇങ്ങനെ ഭംഗിയിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.